നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇത്രയും പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ മേഖലകളിലും, ഇപ്പോൾ വൈജ്ഞാനിക മേഖലകളിൽ അല്ലെങ്കിൽ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസ കാര്യത്തിൽ, സാംസ്കാരിക എല്ലാ മേഖലകളിലും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടും അത് ഈ കുറച്ച് പേര് അടിത്തട്ടിലുള്ള ജനങ്ങളത് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾ പലപ്പോഴും സർക്കാർ വിരുദ്ധ നിലപാടാണ് എടുക്കുന്നത്. അതാണ് ഒരു തടസ്സമായി നിൽക്കുന്നത്. കാരണം സർക്കാരിന് ജനങ്ങൾക്കിടയിലൊരു കണ്ണിയാണ് മാധ്യമം എന്നുള്ളത്. അപ്പോൾ മാധ്യമങ്ങളുമായിട്ട് സൗഹൃദത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു. അത് ആവശ്യമാണ്. ഇനി അങ്ങോട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ആത്മവിശ്വാസത്തോടെ അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യാം. ഒരുപക്ഷെ ഒരു ഊഴം കൂടി കിട്ടിയെന്ന് വരാം. കാരണം കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഈ സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിന് തുടരണമെങ്കിൽ ഇനിയും സമയം വേണം. കാരണം ഇതൊരു തുടർച്ചയായിട്ട് പോകുന്ന ഒരു പ്രക്രിയയാണല്ലോ. പിന്നെ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും വളരെ ബൗദ്ധികമായിട്ടുള്ള വലിയ കാര്യങ്ങൾ പറയും. പക്ഷേ ചില ചെറിയ കാര്യങ്ങൾ അത് നമ്മൾ വിട്ടുപോകും. അതാണ് ഞാൻ തെരുവ് നായ്ക്കളെ കുറിച്ച് പറഞ്ഞത്. അത് വളരെ സീരിയസ് ആയിട്ടൊരു പ്രശ്നമാണ് തെരുവ് നായ്ക്കൾ. അപ്പോൾ ഒരു ജർമ്മൻ ടൂറിസ്റ്റ് ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ഒരു തെരുവ് നായ കടിച്ചു അവരെ. പിന്നെ അവർ വരുമ്പം കാണുന്നത് റോഡുകളിലൊക്കെ ഇങ്ങനെ തെരുവ് നായ്ക്കൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതാണ്. അത് ഒരു കേരളം പോലുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ദൂരെ ഇരുന്നുകൊണ്ട്, യൂറോപ്പിലിരുന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾ പറയും, നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പട്ടികൾ കഴിഞ്ഞ് നടക്കുകയാണ്, അതിനൊരു നിയന്ത്രണമില്ല, ആളുകളെ കടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ ഇമേജിനാണ് ബാധിക്കുന്നത്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊരു നമുക്കൊക്കെ കിട്ടിയിട്ടില്ല, ഞാനടക്കമുള്ളവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണിത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. സമയക്കുറവുണ്ടായിരുന്നു, എങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് ഇപ്പോൾ ഒരുപാട് പേര് സംസാരിച്ചു, പക്ഷെ അതൊക്കെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കി നോട്ട് ചെയ്യുകയും മറുപടി പറയുകയും ചെയ്യും. അതും നല്ലൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മളൊക്കെ അഭിപ്രായം പറയും, അതോടെ അത് കഴിഞ്ഞു, അതിന് ഫോളോ അപ്പ് ഉണ്ടാവില്ല. ഇത് ഓരോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം അതിൻ്റെ ആ പോയിന്റ് മാത്രം എടുത്തുകൊണ്ട് അതിനൊക്കെ മറുപടി പറയുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ വളരെ സക്രിയമാണ് ഇത്, മാതൃകാപരമാണ് ഇങ്ങനെയുള്ള ഇതുപോലുള്ള ഒരു കൂട്ടായ്മ. സംഘങ്ങൾ നമ്മളെല്ലാവരുമായിട്ട് സംവദിക്കണം. എഴുത്തുകാരുമായിട്ട് മാത്രമല്ല, ഞാനിപ്പോഴും പറയാവുന്നതാണ്, സാംസ്കാരിക പ്രവർത്തകരായിട്ട് മാത്രമല്ല, സാധാരണക്കാരുമായിട്ടും സമൂഹത്തിലെ എല്ലാ മേഖലയിലെ ആളുകളുമായിട്ടും സർക്കാർ ആശയവിനിമയം നടത്തണം. അത് അത്യാവശ്യമാണ്. അപ്പം നമുക്കിനി ഭാവിയിലേക്ക് നോക്കാം. നല്ലൊരു ഭാവി കാലം, ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിലേക്ക് സഞ്ചരിക്കാം.